അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഒരു കായ്പോളേൻ്റെ റെസിപ്പിയാണ്. കായ്പോള പഴങ്കേക്ക് എന്നൊക്കെ പറയും. ഞാൻ ഇതിന് മുന്നേ ഒരു കായ്പോളേൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെയല്ല നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കായ്പോള എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ കായ്പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല പഴുത്ത പഴമായിരിക്കണം. ഇനി പഴം തൊലി കളഞ്ഞിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് എടുത്ത് വെക്കാം. അങ്ങനെ ഞാൻ 2 പഴം ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 10-12 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നമ്മൾ വറുക്കുന്ന സമയത്ത് ഗ്യാസ് ലോ ഫ്ലെയിമിലായിട്ട് വേണം ഇട്ട് വെക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി ഇതെല്ലാം ഞാൻ ഈ നെയ്യിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ നെയ്യിലാണ് നമ്മൾ പഴവും വാട്ടിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച 2 പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നെയ്യിൽ വാട്ടിയെടുക്കാം. ഒരു 5 മിനിറ്റോളം മതിയാവും. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. നല്ല പഴുത്ത പഴമായതുകൊണ്ട് പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ ഞാനിതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ പഴം നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കളറായി കിട്ടിയാൽ മതി. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ആവും. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഈ പഴം വാട്ടിയെടുത്തത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ പഴമൊക്കെ അത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, വാട്ടിയെടുത്ത പഴമെല്ലാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 പഴത്തിന് 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിന്ന് ഒരു പകുതി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് ലാസ്റ്റിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വാട്ടി വെച്ച പഴത്തിൽ നിന്ന് പകുതി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പകുതി പഴം വാട്ടിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ലാസ്റ്റിൽ ഇടാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അളവിന് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്താൽ മതി, കൂടുതൽ വേണ്ട. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ടയുടെ ഒക്കെ മിക്സ് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പഴം വാട്ടിയതിൻ്റെ ആ പകുതി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി കായ്പോള റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെന്നില്ല, ചെറിയൊരു ഫ്രൈങ് പാൻ എടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് എടുത്തേന്നുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഈ പഴത്തിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. പഴത്തിന് മിക്സൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ഞാനൊരു പഴയൊരു പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ കായ്പോളൻ്റെ മിക്സുള്ള ഈ കേക്ക് ടിന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ വെക്കണം. ലോ ഫ്ലെയിമിലാക്കി വേണം വെക്കാനായിട്ട്. അപ്പോഴത്തേന് ഇത് റെഡിയാവും. അപ്പോൾ ഞാൻ കേക്ക് ടിന്നിലായ കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ പാനിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് എല്ലാ സൈഡിലേക്കും ആക്കി കൊടുത്ത ശേഷം ഈ പഴത്തിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് അരമണിക്കൂർ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കായ്പോള റെഡിയാവും. അപ്പോൾ നമ്മുടെ കായ്പോള ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ അരമണിക്കൂറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കറക്റ്റ് കുക്കായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒരു കത്തി ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കുന്നുണ്ട്. കണ്ടില്ലേ, കത്തിമേലൊന്നും ഒട്ടുമില്ല, നല്ല കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഈ പാനിൽ നിന്ന് മാറ്റാം. ഇനി ഞാൻ ഈ കേക്ക് ടിന്നിൽ നിന്ന് നമ്മുടെ കായ്പോള ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. കണ്ടില്ലേ, അടിഭാഗമൊക്കെ നല്ല കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. ഒട്ടും കരിഞ്ഞു പോയിട്ടില്ല. കാരണം നമ്മളിതുപോലെ ബട്ടർ പേപ്പർ വെച്ചാൽ ഒട്ടും കരിഞ്ഞൊന്നും പോവില്ല. ഇനി ബട്ടർ പേപ്പറെല്ലാം ഇതിൽ മാറ്റിയെടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ കായ്പോള ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ, നമ്മളിതിന് മുന്നേ ചെയ്തതിൽ പഴമൊന്നും ഇതുപോലെ അരച്ച് ചേർത്തിട്ടില്ല. അതും നല്ല ടേസ്റ്റുള്ള കായ്പോള തന്നെയാണ്. അതുപോലെ ഇതും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.